Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി ഓണക്കാലമാണ്. ഞാൻ റെസിപ്പി എന്നാലും ഞാൻ നോൺ വെജേ വിടുകയില്ല. കാര്യം എന്നാണെന്നറിയാമോ, ഞാൻ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് വെജിറ്റേറിയൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ വീട്ടിലൊരാളെ വിരുന്നിന് വിളിച്ചേച്ചേ ഇന്നതേ ഉള്ളതെന്ന് പറയുന്നത് തെറ്റല്ലേ. അന്നേരം എല്ലാവർക്കും ആണെങ്കിലും ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നോൺ വെജിറ്റേറിയനോട് പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം എന്നും വെജിറ്റേറിയൻ ചെയ്യുവേല എന്നുള്ള വാശിയൊന്നുമില്ല കേട്ടോ. എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്നാണെന്നറിയാം. നമ്മൾ പ്രത്യേകം ഒന്നും കേട്ട റെസിപ്പിയൊന്നും അല്ല, ഒരു പ്രത്യേക റെസിപ്പി. അതിനകത്തോട്ട് നമ്മുടെ ഒരു ഇച്ചിരി എന്നാ കേരളയും വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തേച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്നാന്ന് വെച്ചാൽ സാധനം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്നത്. എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം കയറും. അത് മാത്രമല്ല മാരിനേഷൻ ഒരു ഇച്ചിരി വ്യത്യാസമാണ്. നമ്മളങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അങ്ങനത്തെ ഒരു മാരിനേഷൻ മൊത്തം കൺഫ്യൂഷൻ ആക്കുന്നതിലും ഭേദം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഐറ്റം നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുവാന്നേൽ നമുക്ക് എളുപ്പമാണ് അതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ എഴുതുമ്പോഴത്തേന് ഫസ്റ്റ് എഴുതിക്കോ ഐറ്റം നമ്പർ 1. ദാറ്റ് ഈസ് അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ ചിക്കൻ വേണം. പിന്നെ വേണ്ടിയത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അന്നേരം ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാന്നേ, ഇച്ചിരി കുരുമുളക്, പിന്നെ എരിവ് കണക്കാക്കിയിട്ട് വേണം കുരുമുളകും പച്ചമുളകും എടുക്കാനേ. ഇതൊരു 2-3 എണ്ണേ ഉള്ളൂ. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി പെരിഞ്ചീരകം, പിന്നെ ഇച്ചിരി ജാതിപത്രി. ഇതാന്നേ ഒത്തിരി ഒന്നുമല്ല, ഒരു ഏതളാന്നേ. പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത് ഇത്രയുമാണ് ഐറ്റം നമ്പർ 1 ആയിട്ട് എഴുതേണ്ടത്. ഇനി ഐറ്റം നമ്പർ 2 ആയിട്ട് എഴുതേണ്ടത് ഒരു ഇച്ചിരി നെയ്യ്. ഇത് നെയ്യല്ല ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പട്ട, പിന്നെ ഇച്ചിരി ഗ്രാമ്പു, പിന്നെ അന്നേൽ ഏലക്കായ. ഏലക്കായ്ക്കൊന്നും കണക്കില്ല എൻ്റെ കണക്കിന്, പക്ഷെ അതിനുണ്ടെങ്കിൽ ഇട്ടോണേ. പിന്നെ അന്നേൽ നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള സവാളയാണ്. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി എന്നാന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 4 എണ്ണം കണക്ക്, മീഡിയം സൈസ്. ഇതിപ്പോൾ ഇച്ചിരി 3 എണ്ണം ഉണ്ട്, പക്ഷെ എനിക്ക് ചിക്കൻ അത്രയും ഇല്ല. ഞാൻ അന്നേരം അതിന് നേർ പകുതിയാക്കി ഇടാം. ഒത്തിരി നമ്മൾ ഈ ഉള്ളി ചേർക്കുവാന്നേലും അത് ചെറിയ ഉള്ളി ആന്നേലും ശരിയാ, സവാള ആന്നേലും ശരിയാ, ഒത്തിരി ചേർക്കുവാന്നേലും എന്നാ പറ്റുന്നതെന്ന് നമ്മുടെ കറിക്ക് ഇച്ചിരി മധുരം വരുവേ. അത് വേണ്ട, നമുക്ക് ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണ്ടായോ. പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ആന്നേൽ കുറച്ച് തക്കാളിയാന്നു. ഇതെന്നാന്നോ ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. കാര്യം എന്നാന്നോ, അത് വേഗം ഒന്ന് വഴന്ന് കിട്ടാനായിട്ട്, അത് ഇച്ചിരി എന്നാ പറയുക മാഷായിട്ട് കിട്ടാൻ വേണ്ടി വെച്ചാൽ ഇതാ ഏറ്റവും നല്ല പരുവം. അതല്ല നമ്മൾ പ്യൂരി ആയിട്ട് എടുക്കുവാന്നേൽ അതായാലും തരക്കേടില്ല. പിന്നെ ആന്നേൽ കുറച്ച് കാഷ്യൂനട്ട് അരച്ചതാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ എന്നാ പറയുക, ഇച്ചിരി നോർത്ത് ഇന്ത്യ ആണെങ്കിൽ കറിവേപ്പില ഒക്കിയല, അന്നേരം പിന്നെ ഇച്ചിരി മല്ലിയില ഇട്ടേച്ചാലേ പറ്റൂ. ഇനിയാന്നു ഇച്ചിരി പരിപാടി എന്നാന്ന് വെച്ചാൽ എളുപ്പമാക്കി തരുവാന്നേ. ഐറ്റം നമ്പർ 1 നമ്മൾ എഴുതിയില്ലായിരുന്നു, അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരയ്ക്കണം. അരച്ചതിന് ശേഷം നമ്മൾ ചിക്കനെ പെരട്ടുവേ. അതാ ചെയ്യാൻ പോകുന്നേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഞാനൊരു 2 ടീസ്പൂണേ ഇടുവുള്ളേ. പിന്നെ ഇതിനകത്ത് മല്ലിപ്പൊടി ഇല്ല, അന്നേരം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്നും ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമാണ്. ഇച്ചിരി കുരുമുളക് പൊടിയ, പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്തോണം. എനിക്കാണെങ്കിൽ ഒത്തിരി എരിവ് ഇഷ്ടമല്ല, അന്നേരം പിന്നെ നമ്മൾ കറിയുടെ രുചി അങ്ങ് അറിയാനൊക്കെയല്ല. പിന്നെ അന്നേരം അഥവാ ഇച്ചിരി വേണമെന്നുണ്ടേതാനും നമ്മൾ ആ കറിക്കൊക്കെ ഒന്നൊക്കെ ചിക്കൻ വേവാനിടുകയല്ലേ, അന്നേരം വേണേലൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കിയേച്ച് ഇച്ചിരി കൂടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കീറിയിട്ടു. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചിയാന്നേ. ഇതിപ്പോൾ ഇങ്ങനെ അരിയണമെന്നൊന്നുമില്ല, അരയ്ക്കുന്നതായതുകൊണ്ട് ഒരു കഷ്ണം ഇട്ടേച്ചാലും മതി. പിന്നെ അന്നേരം ഒരു ഇച്ചിരി പെരിഞ്ചീരകം, ഒരു ഏതള ജാതിപത്രി മതിയാവും, ഒത്തിരി വേണ്ട. എന്നിട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതായത് നമ്മുടെ ചിക്കനേൽ
പെരളാനുള്ള ഉപ്പ് എന്തായാലും അത് എന്നാ പറയുന്നത് ഒത്തിരി അങ്ങ് പിടിക്കുകയില്ല. പക്ഷെ ആ ചിക്കനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടയോ, അത് മാത്രം എടുത്തേച്ച് ഇച്ചിരി വെള്ളവും കൂടെ വെച്ചേച്ച് നല്ലതായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരക്കണേ. ഇതിപ്പോൾ നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്, അതൊരു പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കനകത്തോട്ട് ഇത് പെരട്ടണം. ഒരു ബൗൾ എടുത്തോട്ടെ. ഇനി ഈ ചിക്കനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റിനകത്തോട്ട് ചേർക്കാം. ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്നാന്ന് വെച്ചാലേ അത് ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് അതിൽ പിടിക്കണം. എന്ന് വെച്ചാൽ ആ നേരം കൊണ്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ കുറച്ച് പണി നമുക്ക് അടുപ്പയിലുണ്ട്. അന്നേരം അത് തീർത്തേച്ച് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇപ്പം കണ്ടില്ലേ, ആ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ഇറച്ചിക്കറി അരയ്ക്കുന്ന കൂട്ടൊന്നുമല്ല, ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. അതിനകത്ത് ഇച്ചിരി ഇപ്പം അരച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ആ പച്ചമുളകിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതാന്നേൽ കുറച്ച് നേരം ഇരുന്നേച്ച് ആ ചിക്കനേലൊന്ന് പിടിക്കണം, എന്നാലേ ആ എരിവൊക്കെ ചിക്കനേൽ പിടിക്കത്തുള്ളൂ. ഈ സമയം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചേച്ചു. ഇതിനകത്ത് ഇനി നമ്മൾ എണ്ണയൊന്നും അല്ല ഒഴിക്കുന്നത്, എന്നാന്നോ നെയ്യേലായിരുന്നു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ഇച്ചിരി ഒരു റിച്ച് ഫുഡാന്നു ഇത്. അന്നേരം ഇപ്പം ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ്, അതായത് നമ്മുടെ ഉള്ളി വഴറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള നെയ്യ് വേണം. ഇതിനകത്തോട്ട് നമ്മുടെ സ്പൈസസ്, അതായത് പെരുംജീരകം മാത്രമാണ് നമ്മൾ ഇറച്ചിക്കകത്തോട്ട് അരച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് സ്പൈസസ് ഏതൊക്കെയാണ്? പട്ട, ഗ്രാമ്പു, ഏലക്ക. അത് പട്ട എന്ന് പറയുമ്പോഴത്തേന് ഒത്തിരി വേണ്ട, ഒരു കഷ്ണം മതി, ഇല്ലേൽ അറിയാലോ കുത്തും. അന്നേച്ച ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ഏലക്ക. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്തേക്ക് വന്നേ. അന്നേരം അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കടുക് കൂട്ടുന്നത് പൊട്ടുകയല്ല, എന്നാലും ഗ്രാമ്പും ഏലക്കായും ഒന്ന് ഇച്ചിരി പൊട്ടും. അന്നേച്ച് എനിക്ക് അന്നേരം ഒരു ഇച്ചിരി ചിക്കനല്ലേ ഉള്ളൂ. അന്നേരം ഞാൻ ഒരു ഇച്ചിരി, അതായത് ഇതിപ്പോൾ ഒരു 3 സവാള ഞാൻ അരിഞ്ഞേക്കുന്നത്. എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞതാ. ഇതിൻ്റെ ഒരു പകുതി ഇപ്പിട്ട് വഴറ്റാം. ആ ഒരു ഷോർട്ട് ബ്രേക്കിൽ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. ഏകദേശം അല്ല, അത് മൂത്ത് കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യേണ്ടതല്ല, നെക്സ്റ്റ് നമ്മുടെ ക്യാപ്സിക്കം ഇടണം. മുഴുവൻ ഇടല്, അതിൻ്റെ ഒരു പകുതി. അത് ബാക്കി എന്നതിനാണെന്നറിയാവോ, നമ്മൾ ഇറച്ചി വേവിക്കാൻ ഇടുകയല്ലേ, അന്നേരത്തേന് ഇച്ചിരി കൂടി ഇടാവേ. അന്നേച്ച് ഇത് അങ്ങോട്ട്, ഇതിന് വലിയ ഇതൊന്നുമില്ല, വേവൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയില്ലേ, ഇത് അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തേച്ചാലും മതി. ഇതിനകത്തോട്ട് ഇടണം. അന്നേച്ച് ഇതിനും ആന്നേൽ കുറച്ച് നേരം ഉണ്ടാവേ. അതെന്നാന്നോ, നമ്മുടെ ആ തക്കാളിയിലെ വെള്ളം മുഴുവൻ വഴന്ന് അതായത് ഫുൾ അതിൽ നിന്ന് വന്നേച്ച് വെള്ളം പിന്നെ ഫുൾ വറ്റി ഈ തക്കാളിയുടെ തൊലി മാത്രം ആവുകയല്ലേ, എന്ന് വെച്ചാൽ അതൊരു തിക്ക് ആയിട്ട് മാറുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതുവരെ നമുക്കൊരു ഇച്ചിരി നേരം പണിയെടുത്തേ ഒക്കത്തുള്ളൂ.
കണ്ടോ തക്കാളി ആന്നേലുണ്ടല്ലോ അതിനകത്തോട്ട് അങ്ങ് ഇങ്ങനെ ഉടഞ്ഞങ്ങ് ചേർന്നേച്ചും ആ തൊലി മാത്രം പ്രത്യേകമായേ. ഇനി നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്, ഇതിനകത്തോട്ട് ഇച്ചിരി പൊടിയെല്ലാം ഇടുവല്ലയോ, അന്നേരം ഇതിനകത്തോട്ട് ഞാൻ ഇനി പൊടി ഒന്നും ഇടുന്നില്ല. നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കനാണ് ഇതിനകത്ത് ഇടുന്നേ. ഇനി എന്നാ ചെയ്യണ്ടേ, ഈ നമ്മൾ ചേർത്തേക്കുന്ന, അതായത് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് എടുത്ത് ആ പൊടിയെല്ലാം ഇച്ചിരി റോ അല്ലേ, അന്നേരം നമ്മൾ ഒരു ഇച്ചിരി നേരം ഇതിനെ ഈ ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തെ ഇട്ടേച്ച് തന്നെ ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കണേ. അത് ഈ ചിക്കൻ ആന്നേലും ചൂടാവും തോറും അതിൽ നിന്ന് വെള്ളം വരും, അത് വേറൊരു കാര്യം സത്യമാണ്. പക്ഷെ എന്നാലും എത്ര ചെയ്യാൻ നോക്കുമോ അത്രയും നമ്മളൊന്ന് മുരിച്ചെടുത്താലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതായത് നമ്മൾ ആ ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മണമില്ലേ, അതൊന്ന് മാറണം, അത്ര മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്നൊന്നും മാറുകയല്ല, അതിനൊരു ഇച്ചിരി നേരം എടുക്കും. ഇതിനാണെങ്കിൽ ഇപ്പം നമ്മൾ ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു മണമില്ലേ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്നാ പറയുക, അണ്ടിപ്പരിപ്പിൻ്റെ അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ചേർത്ത് ഇച്ചിരി വെള്ളവും ഒഴിച്ചേച്ച് നമുക്ക് വേവിക്കാനിടണേ. അപ്പം ഈ ഒരു ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ, അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത എങ്ങുന്നോ കൊണ്ടുവന്ന ഒരു ചിക്കനാണേ, അത്രയും സ്പെഷ്യലായി ചിക്കൻ. ഈ സ്പെഷ്യൽ ചിക്കൻ കഴിക്കാൻ വരുന്ന ഇന്നത്തെ ഗസ്റ്റ് ആരാന്നറിയാമോ? നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ നല്ല പരിചയമാണ്. ഏറ്റവും കൂടുതൽ വിശേഷം എന്നെക്കാട്ടിലും അറിയാവുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെയാണ്, വേറെ ആരുമല്ല, സാജൻ സൂര്യ ഇവിടെ വരാൻ പോകുന്നത്. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ കൂട്ട് ആക്ടർ മാത്രമല്ല കേട്ടോ, വേറൊരു ജോലിയും കൂടെ ഉണ്ട്. അതെന്താണെന്നല്ലേ അന്വേഷിക്കുന്നത്, അതൊരു സസ്പെൻസ് ആയിട്ട് അപ്പട്ടം നിൽക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. ഇനി ആന്നേൽ ഈ ചിക്കനകത്തിൽ നിന്ന് ആന്നേൽ കുറച്ച് ഒരു വെള്ളം അത്ര ഊറുവേല, എന്നാന്ന് ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി വെച്ചു, അന്നേരം ഒത്തിരി ഊറുവേല. പക്ഷെ നമ്മുടെ ആ ചിക്കൻ്റെ ആ പൊടിയുടെ ഫുൾ റോ ടേസ്റ്റ് മാറാതെ വെള്ളവും ഒഴിക്കല്, നമ്മൾ ഒന്നും ചേർക്കുകയും ചെയ്യരുത്. പിന്നെ ഈ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്നാ നമുക്ക് പോരാന്ന് തോന്നുന്ന പൊടി, അതായത് മഞ്ഞപ്പൊടി വേണ്ട, മുളക് പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളക് ആന്നേൽ ഇപ്പോൾ ഒന്ന് കീറിയിടാം, അത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചേർക്കണ്ട. പെരുംജീരകവും ഒക്കെ ആന്നേ തന്നെയും ഒന്ന് പൊടിച്ചേച്ച് ചേർത്തോണേ. ഇപ്പം ആ നെയ്യെ കിടന്ന പൊടിയെല്ലാം ഒന്ന് മൂത്തോട്ടെ. പിന്നെ ഇതിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയോ, ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം, നിർബന്ധമൊന്നുമില്ല, ഇച്ചിരി കറിവേപ്പിലയല്ല, സോറി, ഏത് നേരവും നാവിൽ കറിവേപ്പിലെന്നേ വരുവുള്ളേ, ഇച്ചിരി മല്ലിയില ഇട്ടു. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല വരുന്നത്, ആ മണമല്ല വരുന്നത്, അതിനൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. നമ്മളങ്ങ് നോർത്തിലോട്ട് പോക്കോ, അന്നേരം ഇതിൻ്റെ കൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബറോട്ടയൊക്കെ നല്ല, അല്ലെങ്കിൽ ചപ്പാത്തി നല്ല, ചോറിൻ്റെ കൂടെ ഇത് അത്ര ഒക്കിയല്ല. പിന്നെ ആന്നേലും നാണാന്നേലും ഒക്കും, പൂരി ആന്നേലും ഒക്കും, ഇതെല്ലാം ഓക്കെയാ. പക്ഷെ ചോറിൻ്റെ കൂടെ ഞാനിത് പ്രിഫർ ചെയ്യല. ഇതൊന്നും ചോറ് ചട്ടിക്കകത്തിട്ട് തിന്നാനൊന്നും നോക്കിയല്ല കേട്ടോ, ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റാണ്. എന്നാൽ ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ വേണ്ടിയവർക്ക് ആന്നേൽ ഉണ്ടതാനും, എന്നാ വെച്ചാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും എരിവിന് മുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ഒരു സ്വാദ് വരുന്ന കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേനാ. അന്നേരം അത് നോക്കിയേച്ച് ചേർത്താൽ മതി. എനിക്ക് പൊതുവെ ഉപ്പും എരിവും ഇച്ചിരി കുറവുള്ള കൂട്ടത്തിലാന്നേ. ഒന്ന് രണ്ട് ഇറച്ചി കഷ്ണമൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. എന്നാലും അത് ഇച്ചിരി നേരം എടുക്കും ഒരു കഷ്ണം മുരിയാനാന്നേ പോലും. അതുകൊണ്ട് ധൃതി കൂട്ടിയേക്കരുത്. ധൃതി കൂട്ടി കഴിഞ്ഞാൽ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു മണം വരത്തില്ലേ, പച്ച ഒരു മണം, ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ നമ്മൾ അരയ്ക്കാൻ നേരം വരുന്ന ഒരു മണം എപ്പോഴും ആ കറിയെ തന്നെ കാണും. അതുകൊണ്ട് അതൊന്നും മുരിയാനായിട്ടുള്ള ഒരു നേരം കൊടുത്തേക്കേ.
ഞാൻ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ആ നെയ്യിൽ തന്നെയാണ് മൂപ്പിച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സൈഡിലൊക്കെ നോക്കിയാലുണ്ടല്ലോ ആ നെയ്യ് ഇങ്ങനെ തിളയ്ക്കുന്ന കാണാവേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ അതിനകത്തോട്ട് ചേർക്കണം. തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ചു. ബാക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും കൂടെ ഇതിനകത്തോട്ട് ഇടും. ചാറ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതത്രയും നമ്മൾ വെള്ളം ഒഴിച്ചേക്കണേ. ചാറ് ഇച്ചിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ടുണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് കുറുകി വരുവേ. ഈ അരപ്പും എല്ലാം ആ ഗ്രേവിയിൽ ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതിൻ്റെ പരിവ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കുറുകിയ ചാറാണ്, അതനുസരിച്ച് ചേർത്തേക്കണം. ഇപ്പം എനിക്കാന്നേലും നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ചിക്കൻ ആണെങ്കിൽ ഒരു പകുതി വേവേ വെന്തിട്ടുള്ളേ. ഇനി അതിന് ചിക്കനിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറും. മാത്രമല്ല നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്ന ഗ്രേവി ആയിട്ട് പിന്നെ ഒന്ന് തിളച്ചെല്ലാം കഴിഞ്ഞേച്ച് ഒന്ന് നോക്കിയേക്കണം. ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചേച്ചാൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതുവരെ നമ്മളൊരു കാര്യം ചെയ്തില്ല. എന്നാന്നറിയാം, ഉപ്പെന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യം ചിക്കനെ ഇട്ടതല്ലാതെ ഗ്രേവിയെ തൊട്ടിട്ടില്ല. അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് ഈ സമയത്ത് ചേർക്കും. ഒത്തിരി അല്ല, ചിക്കനേലുണ്ടേ, അന്നേരം പിന്നെ ഒത്തിരി ചേർത്തേക്കല്ലേ. ഗ്രീൻ സീ ഗരം ചിക്കൻ എന്ന് കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് ആലോചിക്കും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേന് അത് പച്ച കളറിലായിരിക്കുന്നതെന്ന്. അന്നേരം അത് പച്ച കളറിലൊന്നുമല്ല ഇരിക്കുന്നത്, ഏകദേശം ഒരു ഓറഞ്ച് കളറാണ് അത് ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞു വിട്ട് നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അതിൻ്റെ കളറ് വരുന്നത്. ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന അളവിനാന്നേലും ഇതൊരു ഓറഞ്ച് ഷെയ്ഡാന്നു. ഇനിയുള്ള ഇതിൻ്റെ ജോലി എന്നാണെന്നറിയാമല്ലോ, അത് ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടേലൽ ആ ചിക്കനും ഗ്രേവിയും ആ അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ഗ്രീൻ സീ ഗരം ചിക്കനും ചപ്പാത്തിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ചപ്പാത്തിയാണല്ലോ നോർത്തിൽ കൂടുതലും ആൾക്കാർ കഴിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് വെച്ചേക്കുന്നത്. എന്തായാലും സാജൻ ഇന്ന് ഈ ഒരു പരീക്ഷണം ഏറ്റവും നല്ലതാട്ടോ. എന്നും കഴിക്കുന്നതിന് ഒരു വ്യത്യാസമായ റെസിപ്പിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, സ്പെഷ്യലായിട്ടോ. നമസ്തേ 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 നമസ്തേ. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയോ, എന്നെക്കാട്ടിലും മുന്നേ സ്ക്രീനിന് മുന്നേ വന്നതല്ലേ. അന്നേരം പിന്നെ അതും മാത്രമല്ല, പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും സന്ധ്യയ്ക്ക് അങ്ങോട്ട് അവരുടെ വീടുകളിൽ അങ്ങ് ചെല്ലുമല്ലേ. അന്നേച്ച് പിന്നെ ഇനി ഞാൻ എന്നാ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താൻ, അവരുടെ ഒരാളല്ലയോ, അന്നേരം പിന്നെ എന്നാ പറയാനാ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ അടുത്ത കാലത്തായിട്ട് ഈ നായകൻ കുറച്ചൊരു വില്ലനായോ എന്നൊരു സംശയം. കുറച്ച് കൂടുതൽ വില്ലനായി. ആണോ? അതല്ല, അല്ല കുറെ നാളായിട്ട് എന്താ പറയാ നായകൻ ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പൊ ഒരു മാറ്റം വേണ്ടേ. അതുകൊണ്ട് ക്യാരക്ടർ അതുകൊണ്ട് മുടിയൊക്കെ വെട്ടി മൊത്തം മാറ്റി വെറും വൃത്തികെട്ടവനായി. റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ലല്ലോ. ഒരിക്കലും ഇല്ല. ഒരു സെക്കൻഡ് ആലോചിച്ചു. അതെല്ലാം പോട്ടെ, ഭാര്യ എന്തിയെ? ഭാര്യ എനിക്കിന്ന് ശരിക്കും വരായിരുന്നതാ. അപ്പൊ ഇളയ മോളുടെ ഡാൻസ് കോമ്പറ്റീഷൻ സ്കൂളില്. സോ അവിടെ പോയി സ്കൂൾ ഡേ അല്ല, ഒരു എന്താ പറയാ വേറെന്തോ അവരുടെ പ്രോഗ്രാം ഫംഗ്ഷൻ നടക്കും. അപ്പൊ അതിന്റെ ഇന്ന് അമ്മ കൂടെ നിൽക്കാതെ ഒരു രക്ഷയില്ല. രണ്ടുപേർക്കും അമ്മ എന്ന് പറയുന്നത് ഭയങ്കര പറ്റാ. എല്ലാ മക്കൾക്കും അത് തന്നെയല്ലേ. ഒരാള് ഇളയാളാരും മാത്രം പറഞ്ഞാൽ പോരെ. മൂത്താളുടെ കാര്യം പറഞ്ഞ അപ്പന്റെ പ്രായം അറിയുമെന്നുള്ള പ്രയാസമാണ്. അതൊക്കെ ഞാൻ ഒറ്റയടി അങ്ങ് പറയും. ഡാക്ക് 12 വയസ്സായി, 7th പഠിക്കുക. ഇളയാളിപ്പോ UKG. പിന്നെ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ പറഞ്ഞേ. എന്നാന്നോ, ഞാൻ പറഞ്ഞു നടനായിട്ട് മാത്രമല്ല, പക്ഷെ ഒരു ജോലിയും കൂടെ അറിയാന്ന് ഞാൻ പറഞ്ഞു. ഇച്ചിരി നേരം ഒന്ന് വെപ്രാളം കയറിയില്ലേ. ഇതേപോലെ ഒരു സസ്പെൻസ് എന്റെ പ്രേക്ഷകർക്കും ഞാൻ ഇട്ടേക്കുവാതെ. അത് ഇതല്ല, അഭിനയം അല്ലാതെ ഒഫീഷ്യലായിട്ട് ഒരു ജോലി. ഞാൻ ഇനിയിപ്പോ വൈഫിനെ ഏറ്റവും പുറത്ത് വെച്ച് കണ്ടിട്ട് വീട് ജോലി മൊത്തം ചെയ്യണത് ഇങ്ങനെയാണെന്നല്ലോ പറഞ്ഞാൽ എന്റെ സംശയം. അതുണ്ട്, ഒഫീഷ്യലായിട്ട് ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്.
രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സബ് രജിസ്റ്റർ ഓഫീസിന്റെ ഞാനിപ്പോൾ ഹെഡ് ഓഫീസിലാണ്. ഓക്കെ, അത് ഞങ്ങൾക്ക് നല്ലോണം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് മേട്ടനൊക്കെ നല്ലോണം പറഞ്ഞാൽ മനസ്സിലാവും. ശരിയാ. എന്തായാലും ഒഫീഷ്യൽ ലൈഫിനെ കുറിച്ചും നമ്മുടെ വീട്ടുകാര്യവും ആക്ടിങ്ങിന്റെ കാര്യവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ നോക്കത്തില്ല. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ, നമ്മുടെ നാട്ടിലെങ്ങും ഇല്ലാത്ത പ്രത്യേക, നാട്ടിലെങ്ങും ഇല്ലാത്ത പരീക്ഷണമാണോ? അല്ല പരീക്ഷണമല്ല കേട്ടോ. ഇതെന്തായാലും ഇത് ഞാൻ എന്റെ വീട്ടിൽ പരീക്ഷിച്ചില്ല, ഇവിടെ ഞാൻ എന്റെ പ്രേക്ഷകരോട് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഫുൾ ഗ്യാരണ്ടിയാ. പക്ഷെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി നോർത്താ, പക്ഷെ നല്ല മണം വരുന്നുണ്ട്. അന്നാ പിന്നെ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, അവിടെ നിന്നേച്ച് വർത്താനവും പറയാം. അത് ഞാൻ കൊണ്ടുവന്ന പറഞ്ഞേച്ച് വിളമ്പി വെച്ചാൽ പോരെ. ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതെന്നാന്നോ, സത്യം പറഞ്ഞാല് ഞങ്ങളുടെ കല്യാണം നടന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ലേ, വലിയ ഈ പറഞ്ഞ കൂട്ട്. അപ്പൊ അന്നേരം ഒരു രജിസ്റ്റർ വന്ന് പോകുന്നതും ആ ഒരു ബഹളത്തിന്റെ ഇടയിൽ ഒന്നും ചോദിക്കാനൊന്നും ഒത്തില്ല, എന്നെ കാണാനും പറ്റിയില്ല, മനസ്സിലാക്കാനും പറ്റിയില്ല ആ വെപ്രാളത്തിന്റെ ഇടയിൽ. ശരിക്കും അത് ഒരു ഹീറോ ആണ്. ചില സമയത്തൊക്കെ ഹീറോ ആയിട്ട് തോന്നും, ചില സമയത്തൊക്കെ വില്ലനായിട്ടൊക്കെ ഫീൽ ചെയ്യും. അല്ല, അങ്ങനെ രണ്ട് രീതിയിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ എനിക്ക് ഒരു 10-30 കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ വരും, ഇൻഡസ്ട്രിയിലുള്ളവർ വരും. ഇപ്പം ആരുടെയും പേര് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ വരും. അപ്പോൾ അവർക്കൊക്കെ ഇത്, പിന്നെ ഈ കുറച്ച് പാവപ്പെട്ട കല്യാണങ്ങൾ, അങ്ങനെ എനിക്ക് ഒരു 10-30 കല്യാണത്തിന് മുകളിൽ നടത്തി കൊടുത്തിട്ടുണ്ട്. നടത്തി കൊടുത്തിട്ടുണ്ട് മീൻസ് വിളിച്ച് പറയും, ഇന്ന എടുത്ത് ഓരോ ഓഫീസിലൊക്കെ വിളിച്ച് പറയും, അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ വില്ലനായി ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുള്ള 1-2 അനുഭവങ്ങളുണ്ട്. അയ്യോ, അല്ല, ഒരു എന്താ പറയാ, ഒരു അടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ കല്യാണം നടത്താനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളാണ്, അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാനാണ്. അപ്പോൾ പയ്യൻ കുറച്ച് റിച്ചാണ്, ഭയങ്കര റിച്ചാണ്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില്ല. അപ്പോൾ ഈ പയ്യനുമായിട്ട് നേരത്തെ സംസാരിച്ചവൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ ചേട്ടാ, എനിക്ക് ഇപ്പം 2 കാസ്റ്റുമാണ്, അപ്പം നടത്തി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള, അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞു, ഇവരുടെ ഈ പയ്യൻ്റെ വീട്ടിൽ ആളെത്തുന്നതിന് മുമ്പ് ഇത് നടത്തണമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരറിഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ, അപ്പോൾ എല്ലാവർക്കും ആ പ്രൊസീജിയറിനെ പറഞ്ഞു കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊണ്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തിട്ട് 30 ഡേയ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ 30 ഡേയ്സ് വെയിറ്റ് ചെയ്ത സമയത്ത് ഇവരെ വീട്ടുകാരെന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നി, എന്ന് വേണോ കല്യാണം നടക്കുമെന്ന്. അപ്പം ഞാനങ്ങ് എന്താ പറയുക, വരുമോ ഇല്ല, അല്ല ഭയങ്കര ടെൻഷനില്ല. ഒന്നാം നമ്മൾ ആർട്ടിസ്റ്റും കൂടെ. ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പബ്ലിസിറ്റിയൊക്കെ ആവും, നമ്മളെ കരിയറിനെ ബാധിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് ഈ കുട്ടിയെയും കൊണ്ട്, അച്ഛനെയും കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇത് എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞതും ഇവരൊരു പടയായിട്ട് കുറേ ആൾക്കാർ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെത്തിയത്. സിഗ്നേച്ചർ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് ഇറങ്ങി ഫസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെന്നിറങ്ങണം. ഇങ്ങനെ ഒരു ഫുൾ ആൾക്കൂട്ടം. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം അയാൾ പറഞ്ഞ് ഇവരാണ് നടത്തി കൊടുത്തതെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക, ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. പക്ഷെ ആ ഓഫീസല്ല, ഞാൻ ഹെഡ് ഓഫീസിലാണ്. പക്ഷെ അവിടുത്തെ സ്റ്റാഫാണെന്നൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അതെൻ്റെ കരിയറിനെയും വർക്കിനെയും എല്ലാം ബാധിക്കും. അപ്പോൾ അതിനകത്ത് ഏതോ 2-3 പേര്, കുറച്ച് വയസ്സായ ആൾക്കാർ, സീരിയൽ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു നല്ല സീരിയൽ, ഒരു കുങ്കുമപ്പൂര് നല്ല ക്യാരക്ടർ, ഹീറോ ക്യാരക്ടർ, വില്ലനല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്കൊന്ന് ആ ഒരൊറ്റ ക്യാരക്ടർ ഉണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയും ഇവരെ രണ്ടുപേരെയും യോജിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് കൈ കൊടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാനൊക്കെ ചെയ്തിരുന്നു. നമ്മളിപ്പം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ആസ് എൻ ഓഫീസർ വർക്ക് ചെയ്യുന്നു, പക്ഷേ നമ്മളൊരു പബ്ലിക് സെർവൻ്റ് ആണു. പിന്നെ ഇത് കൂടാതെ തന്നെ ഒരു നടനുമാണു. അപ്പൊ പബ്ലിക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇന്ററാക്ഷൻ ആണോ? ഇന്ററാക്ഷൻ അല്ല, അത് ഭയങ്കര കോമഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ വന്ന് കയറി ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിൽ മിക്കവാറും ഫേം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും.
എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ബന്ധമുള്ള എല്ലാ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ അവിടെ പബ്ലിക് വരില്ല. പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ആൾക്കാർ ഇതേപോലെ വന്നു പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുൾ ആൾക്കാർ ഇങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മളായിരിക്കും. അപ്പം എല്ലാവരും അല്ല, ഒരു എന്താ പറയുക, ഒരു 5-10 പേര്, ഒരു ദിവസം 100 കണക്കിന് ആൾക്കാർ, ഒരു 5-6 പേരെങ്കിലും വരുന്ന സമയത്ത് അവിടെ കാണുമ്പോൾ കുറേ നേരമൊക്കെ എൻ്റെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർക്ക് നമുക്ക് ഈ ടി വിയിലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരായിട്ട് തോന്നുള്ളൂ, അല്ലാതെ ഒരു സ്റ്റാറായിട്ട് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, എവിടെയോ നല്ല കണ്ട് പരിചയമുണ്ടല്ലോ, അത് ഇത് അങ്ങനെയൊക്കെ സംസാരിച്ചാണ് നമ്മുടെ അടുത്ത് കൂടുതലും പെരുമാറാറുള്ളത്. പിന്നെ അവർ വന്നിട്ട് നമ്മളെ നമ്പർ മേടിച്ചുകൊണ്ട് പോകും, അവിടെ വന്ന് സെൽഫിയൊക്കെ എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ കഴിയുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ട്. സാധാരണ ഗവൺമെൻറ് സർവീസിന് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഇലക്ഷൻ നടത്താൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അപ്പോൾ അത് ഞാൻ കഴിയുന്നത് മിസ് ചെയ്യില്ല. എന്തെങ്കിലും അത്യാവശ്യം ഷൂട്ടുണ്ടെങ്കിൽ മാത്രം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റും. ഞാൻ ഇതുവരെ എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ടോ അങ്ങനെ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ എന്നിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര റഷായിരിക്കുമല്ലോ. ഞാൻ ക്ലർക്ക് ആയതുകൊണ്ട് എനിക്ക് മഷി കുത്തലാണ് പരിപാടി. പിന്നെ രേസല്ല എന്തെങ്കിലും എഴുതണം. ഇവരെല്ലാവരുടെ അടുത്തും ഇത് മാറി മാറിയിട്ട് മഷി കുത്താൻ വേണ്ടി ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കും. എന്തിവിടെ ഇരിക്കണേ ചോദിച്ചിട്ട് ഇവരവിടെ നിന്ന് കാര്യം പറയും. നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മുഖത്ത് നോക്കിയും ചിരിക്കാൻ പാടില്ല. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ആൾക്കാരുടെ മുഖത്ത് നോക്കിയും ചിരിച്ചോണം. ഒരാളെടുത്ത് ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷനെ കൂടെ നമ്മളെ വിരട്ടി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും എവര് നിന്നിട്ട് കഥ പറയണത്. ഇപ്പൊ ലാസ്റ്റ് ഇലക്ഷന് പോയപ്പോൾ ഇതേപോലെ ഈ വൃത്തികെട്ടവനായിരുന്നു ആ സമയത്ത് ആളുകളുടെ പൂരത്തെറിയും. ആദ്യം ജോലിക്കാണോ കയറി അതോ ആക്ടിങ്ങിനാണോ കയറി? ആദ്യം ആക്ടിങ് ആണ്. അതെങ്ങനെയാ പോന്നെ? അതിപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതിൽ എനിക്ക് നാടകത്തിനടുത്ത് ഭയങ്കര കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്നെ ആദ്യം ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കുന്നു എനിക്കൊരു 7th പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാനൊരു കുട്ടിക്കാലത്ത് ഒരു 7th പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം, ഒരു നായകൻ്റെ കുട്ടിക്കാലമാണ്. അപ്പോൾ ഈ നായകൻ നീന്തി വന്നിട്ട് അക്കരെ കയറുന്ന സമയത്ത് ഇവൻ വളർന്ന് ഇതാവും. പക്ഷെ അപ്പം നീന്തലറിയണം. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ബ്രദറുണ്ട് ജയമാവൻ്റെ അടുത്ത് എന്താ പറഞ്ഞു, എനിക്കിങ്ങനെ നീന്താൻ അറിഞ്ഞൂടാ. അപ്പം മാമൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് ഞാൻ നിന്നെ കൊണ്ട് പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനകത്ത് അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയെ കൊണ്ടുപോയി കുറേ നീന്തലൊക്കെ ഒരു ദിവസം മൊത്തം പഠിപ്പിച്ച്, എന്നിട്ട് ഒരു ദിവസം ഫുള്ള് പഠിപ്പിച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ച്, എന്നിട്ട് പിറ്റേ ദിവസം 2ാമത് പഠിക്കാൻ ചെന്നപ്പോഴാണ് അത് ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ്. അപ്പോൾ അവിടെ മൊത്തം പശുവിനെ കുളിക്കണത്. അപ്പോൾ അന്നത്തോടുകൂടി നീന്തൽ പഠിത്തം നിന്നു. ആ സീരിയലെന്നുള്ള മോഹവും പോയി. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, നാടകം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു സമിതി ഉണ്ടായിരുന്നു, ആര്യ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു നാടക സമിതി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് എന്താ പറയുക, കുറേ നാൾ കടമൊക്കെ കയറി മുടിഞ്ഞ സമയത്ത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആദ്യം ഏത് സീരിയലാണ് ചെയ്തത്? ആദ്യം DD4 ദൂരദർശൻ്റെ ഒരെണ്ണമുണ്ട്, അശ്വതി എന്ന് പറഞ്ഞിട്ട്. അതിൽ അനിത ആണ് ചെയ്തത്. അപ്പോൾ അനിതയുടെ ബ്രദറായിട്ടൊരു ക്യാരക്ടർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പണ്ടത്തെ സീരിയലൊക്കെ വെച്ച് നോക്കുവാന്നേല് ഇപ്പോഴുണ്ടല്ലോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമൻസ് ഓറിയന്റഡ് ആണ് ആ പടം. ഐ മീൻ ഒരു സീരിയൽ മൊത്തം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആണുങ്ങളാണെങ്കിൽ ഒരു വന്നു പോകുന്നല്ലാതെ അതിനകത്ത് ഒരു ഡെപ്തോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു പവറോ അങ്ങനെ ഒന്നും വരുന്നില്ല. അതന്നെ അങ്ങനെ ഒരു നട്ടലില്ലാത്ത ആള് വന്നു പോകുന്ന കൂട്ടമൊക്കെ തോന്നാറുണ്ട്. തമാശയല്ല, സീരിയസ് ആയിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊരു 90% ഈ സീരിയലിലെ നായകന്മാരും നമ്മൾ പറയും പഴങ്കഞ്ഞികളാണെന്ന് പറയും. അങ്ങനെ വന്നു പോകുന്നത് അത് എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സീരിയൽസ് ഫീമെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവരുടെ ദുഃഖങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കാണാനായിരിക്കും അവർക്ക് ഇഷ്ടം. മെയിൽ ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ സീരിയലുണ്ട്, എന്നാലും വിജയിച്ച സീരിയലുകളും ഉണ്ട്, എന്നാലും എണ്ണത്തിൽ കുറവാണ്. ഇപ്പോൾ 100 സീരിയലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 1, 2, 3 സീരിയൽ മാത്രമേ മെയിൽ ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതും കൂടെയാണ്. ഇപ്പം എന്താ പറയുക, ഒരു പഴങ്കഞ്ഞി ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും ഒരു നെഗറ്റീവ് ആകുമ്പോൾ നമുക്കൊരു മാൻലി ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യാം. പിന്നെ വേറെ ഡേയ്സും കൂടുകയും ചെയ്യും. അത് സത്യം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആസ് എ സീരിയൽ ആക്ടർ എന്ന നിലയിൽ ഒത്തിരി എപ്പിസോഡ്സ് വരുന്നതാണോ അല്ലെങ്കിൽ ഒരു കഥ ഇത്ര എപ്പിസോഡിനകത്ത് തീർക്കുന്നതാണോ ഏറ്റവും? സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 40-50 എപ്പിസോഡുള്ള ഒരു സാധനം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയും. പക്ഷെ അത് ഒരു 40-50 എപ്പിസോഡിൽ ഒരിക്കലും നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മളൊരു പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരിക്കലും അത് അഫോർഡബിൾ ആവില്ല. കാരണം 40-50 എപ്പിസോഡുകൊണ്ട് ഒരിക്കലും സീരിയൽ ബ്രേക്ക് ഈവനായി എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കലയാണ്, അതിൻ്റെ കൂടെ ഒരു ബിസിനസ്സുമാണ്.
അപ്പോൾ രണ്ടും കൂടെ ഒത്ത് പോകാൻ ചിലപ്പോൾ ഇതിന് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫണ്ടിങ് അതിനകത്ത് വേണം. ഇപ്പം നമ്മുടെ ഈ കേരളം പോലൊരു ചെറിയൊരു മാർക്കറ്റിനകത്ത് അങ്ങനെ ഒരു വലിയ ഫണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എപ്പിസോഡ്സ് എപ്പോഴും കൂട്ടുന്നതാണ്. ലാഗ് വരാതെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ഇപ്പം ചെയ്യുന്ന ഹിറ്റ് സീരിയലുകളൊക്കെ കഴിയുന്നതും ലാഗ് വരാത്ത രീതി ചെയ്യും. പിന്നെ ഒരു കാരണം നമ്മുടെ ഒരു മലയാളികളെന്ന് പറയും, മലയാളികളെന്നല്ല ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്, ഒരു 100 എപ്പിസോഡ് കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കഥയാണ് നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ ആ സീരിയലിന് ആളുകൾ അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങ് ഏറ്റെടുക്കും, ആ ക്യാരക്ടേഴ്സിനെ മൊത്തം ഏറ്റെടുക്കും. ഇപ്പം ഞാനിപ്പോൾ സാജൻ സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെക്കാളും അവർ ചിലപ്പം എന്നെ ഒരിക്കലും സാജൻ എന്ന് പലപ്പോഴും വിളിക്കാറില്ല. എന്നെ മിക്കവാറും നാരനെന്നോ കുങ്കുമപ്പൂലോ മഹേഷെന്നോ അങ്ങനെ പല ക്യാരക്ടേഴ്സിൻ്റെ പേരായിരിക്കും കൂടുതലും വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ അവർക്ക് അങ്ങ് ഉള്ളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് 1000 പോയി കഴിഞ്ഞാലും ഇവർ പറയും ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര വൃത്തിയുടെ സീരിയലാട്ടോ എന്ന് പറയും. പക്ഷെ അവരിന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ സീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ മറക്കും. അപ്പോൾ ആളുകൾ ഈ ഒരു ക്യാരക്ടറിനെ മറന്നിട്ട് വേറൊരു ക്യാരക്ടറിലോട്ട് പോകും, അത് വേറൊരു ആർട്ടിസ്റ്റിലോട്ട് പോകും, അത് കഴിഞ്ഞ് അപ്പം ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ മാറിയാണ് വരുന്നത്. ഇതിൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഈ ഒരു 50% ആൾക്കാരും അല്ല 50% ആൾക്കാർ ഇത് മറന്നിട്ടില്ല, ഒരു 20% ആൾക്കാർക്ക് ഈ പേരുൾപ്പെടെ ക്യാരക്ടർ ഉൾപ്പെടെ ഓർമ്മയാണ്. അവരാ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അത് മനസ്സിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. കാരണം സീരിയൽ എന്ന് പറയുമ്പോൾ വൺസ് കണ്ടങ്ങ് തീരുക, പിന്നെ അവർ ഒരിക്കലും ജീവിതത്തിൽ അവർ കാണാൻ പറ്റില്ല. അങ്ങനെ സന്തോഷം. ഇപ്പൊ സാജന്റെ സീരിയൽ അല്ലാതെ സീരിയൽസ് കാണാറുണ്ടോ? ഞാൻ മിക്കവാറും കഴിയുന്നതും എല്ലാ സീരിയൽസിന്റെയും ബിഗിനിങ് ഒരു 5 to 10 എപ്പിസോഡ്സ് ഞാൻ കാണും. കഴിയുന്ന ഒരു 25 എപ്പിസോഡ് കഴിയുന്നത് എല്ലാത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടൊക്കെ. അപ്പം അതിനകത്തുള്ള മാറ്റങ്ങളും ഇപ്പം എന്തൊക്കെയാണ് ആൾക്കാർ പുതിയത് ചെയ്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒരു 10 to 25 എപ്പിസോഡ്സ് ഞാനൊന്ന് ഫോളോ ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ്ലി അല്ല, ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ സാജന്റെ സീരിയൽ കാണാറുണ്ട്? അതിനകത്ത് അപ്പം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ വ്യത്യാസം തോന്നും, ഇനി കുറച്ചുകൂടെ മെച്ചാക്കാൻ തോന്നും. 100% നമുക്ക് ഒന്നാമത് ഡബ് ചെയ്യുമ്പോഴേ തോന്നും, ഓ ഇവൻ എന്തായി ചെയ്ത് വെച്ചേക്കണമെന്ന് ഞാൻ എന്നെ തന്നെ നോക്കി പറയാറുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യും. കാരണം ഒന്നാമത് സീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു 50% നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 25% ഡബിങ്ങും മറ്റേലും പോകും. ബാക്കി 25% നമ്മൾ വിട്ടുകളയാണ് പതിവ്. കാരണം നമ്മുടെ ഈ ധൃതി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം 15 സീനൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 15 to ഞാൻ ഒരു സീരിയലിൽ 30 സീൻ വരെ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 30 സീൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്ര സീൻസ് വരും? 24 മണിക്കൂർ. അപ്പൊ മുമ്പ് ഇപ്പോഴല്ല, ഒരു ദൂരദർശൻ്റെ ഒരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ 30 സീൻ വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പോലും ഒരു 10 to 15 സീൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തുമാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു മാക്സിമം ആയിരിക്കും. ചിലപ്പോൾ ഒരു സീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന 1 മണിക്കൂറായിരിക്കും. അപ്പം ആ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ബാക്കി ഇരുന്ന് ഡബ്ബിങ്ങിൽ ഇംപ്രവൈസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 25% നമ്മളെ തന്നെ നോക്കി ചീത്ത വിളിക്കും. ചെയ്തിട്ടുണ്ട്. ഞാൻ ബംഗ്ലാവിൽ അവതാന്നിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഹീറോ ആയിട്ടാണ് ചെയ്തത്. ഭാവനായിരുന്നു ഹീറോയിൻ, ലാൽ സാറും ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ചെയ്യാത്ത ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ആരും വിളിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ, ഒരു മനുഷ്യൻ വിളിക്കുന്നില്ല. അപ്പം ഈ മിനി സ്ക്രീനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ല? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ പടം ചെയ്യുകയാണെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ മാത്രം ചെയ്യാം. മീൻസ് ഹീറോ എന്നല്ല പറഞ്ഞത്, ഹീറോ എന്നല്ല. ഇപ്പം നമ്മളിത് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഹീറോ ഒന്നും അങ്ങനെ ചെയ്യുന്ന ഒരു ഇത് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു. അപ്പം ഇത് ഒരു കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു 2 സീനാണെങ്കിലും 3 സീനാണെങ്കിലും അതായത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന സീൻ അല്ലാതെ ഒരു സീനാണെങ്കിലും ചെയ്യാൻ ഇഷ്ടം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബിഗ് സ്ക്രീനിൽ ആരും വിളിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പൊ ശരിക്കും സാജൻ മിനി സ്ക്രീനിൽ എന്തോരം ബിസിയായോ, ടോട്ടലി ഹീറോ ഇൻ ദ മിനി സ്ക്രീൻ. പക്ഷേ ഈ നമ്മളെ സിനിമയിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് മിനി സ്ക്രീൻ ആയി അവന് വേണ്ട നമുക്ക് ബിഗ് സ്ക്രീൻ അങ്ങനെ പറഞ്ഞ ഒരു അല്ല. നമ്മളിപ്പോ നേരിട്ട് പോയി അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല. പക്ഷെ അത് നിലവിലുള്ള സാധനം തന്നെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള കുറച്ച് ആൾക്കാർ മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ പയ്യന്മാർക്കും അങ്ങനെ. എന്നാലും സീരിയലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒന്നാമത്തെ കാര്യം അവരുടെ ഇതിനകത്ത് സിനിമ ചെയ്യുമ്പോൾ ഒരു ലോ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു സാധനത്തിൽ ചെയ്യുന്ന ആൾക്കാരെന്നൊരു സാധനമുണ്ട്. എല്ലാം ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വർഷങ്ങളിൽ നമ്മളിപ്പോൾ സീരിയലിൽ പോകണമെങ്കിൽ പറയും യോ അത് വേണ്ട. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇഷ്ടം പോലെ സിനിമ ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് കുറേ പേര് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പോകുമ്പോൾ തന്നെ ചില ക്യാരക്ടേഴ്സ് നമ്മുടെ പേര് പറയും അയ്യോ അത് വേണ്ട, അത് സീരിയലിൽ ഒരുപാട് എക്സ്പോസ്ഡ് അല്ലേ അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് വിളിച്ചാൽ ഞാൻ നിൻ്റെ പേരിങ്ങനെ പറഞ്ഞു, പക്ഷേ അത് എക്സ്പോസ്ഡ് നീ ഒരുപാട് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഇല്ലാത്ത സീരിയലൊന്നുമില്ല, ഇഷ്ടംപോലെ സീരിയലുകൾ ചെയ്യും. നമ്മുടെ ജീവിക്കണ്ടേ എനിക്ക്.
സത്യം അപ്പൊ ഞാനിപ്പോ സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കിപ്പം ഞാനിപ്പോ കല്യാണത്തിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ എല്ലാവരുടെ പറയും, അതായത് കല്യാണത്തിന് മുമ്പ് കുട്ടികളൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ സിനിമ വെയിറ്റ് ചെയ്ത് സിനിമ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ കരിയർ വേണമെങ്കിൽ ഒരിക്കലും സീരിയൽ വന്ന് പെടരുത്. സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വർഷങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഞാനൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല, അതിൻ്റെ വിഷമം എനിക്കുണ്ട്. പണ്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് പറഞ്ഞു തരാനും ആരുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയിലും ആരും സിനിമയും സീരിയലും നാടകമായിട്ടൊന്നും ബന്ധപ്പെട്ട ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തും പറയും, സിനിമയാണ് നിന്റെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ സീരിയൽ തൽക്കാലം വന്ന് പെടരുത്, നീ സിനിമ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു വളരെ മോശമായിട്ടുള്ള അനുഭവമുണ്ട്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് തന്നെ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് നീ സിനിമയിൽ നല്ല ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട, അത് ഒരുപാട് എക്സ്പോസ്ഡ് ആണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരും കലാരംഗത്തേക്കില്ല, ഈ നാടകമോ സിനിമയോ ഒന്നും ആരും ചെയ്യില്ല. പിന്നെ തന്നെ ഈ ഒരു നാടകം ഇടാനും അത് നിങ്ങൾ യൂത്ത് ചേർന്ന് അതെന്താണെന്നറിയില്ല. ഞാൻ പറയാം, അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. അച്ഛൻ്റെ കുറച്ച് എന്താ പറയുക ഒരുപാട് ഫാമിലി ബുദ്ധിമുട്ടുകൾ, അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് സെക്രട്ടറിയിലായിരുന്നു ജോലി, അങ്ങനെ ജനിച്ച് വളർന്ന ഒരാളാണ്. ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു, നന്നായിട്ട് പാട്ട് പാടും, അച്ഛൻ അഭിനയിക്കുന്ന ഇഷ്ടമാണ്, ചെറിയ ചെറിയ എന്താ പറയുക മോൺ ആക്റ്റുകളൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ നിന്ന് കണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം വന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിനകത്ത് ഒരു സാധനം എനിക്ക് തോന്നുന്നു അത് ഒരു അച്ഛൻ്റെ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിരിക്കും, എനിക്കിപ്പോൾ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അച്ഛൻ ഇങ്ങനെ മോന് സിനിമ സ്ക്രീനിൽ വന്നോക്കെ അച്ഛൻ കണ്ടില്ലേ? ഇല്ല, അച്ഛൻ എനിക്കൊരു 16-17 വയസ്സുള്ളത് മരിച്ചു. നാടകം ചെയ്യുമ്പോൾ അച്ഛൻ കണ്ടില്ലേ? ഇല്ല, പ്രൊഫഷണൽ നാടകത്തിലോട്ട് ആ സമയത്ത് കണ്ടിട്ടുണ്ട്, സ്കൂൾ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ 9th പഠിക്കുമ്പോഴാണ് അച്ഛൻ ലാസ്റ്റായിട്ട് എൻ്റെ ഒരു നാടകം കാണാൻ വരുന്നത്. പേരിന് തന്നെ സാജന് പ്രത്യേകതയുണ്ട്. ഈ സാജൻ സൂര്യ എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേര്, എൻ്റെ പേര് സാജനസ് നായർ എന്നാണ്. കണ്ടോ സത്യമൊക്കെ വെടി വരുന്നു. ഇപ്പോൾ ഞാനത് അറിയാം, നാടകത്തിന് വേണ്ടിയിട്ട് അത് മാറ്റിയതാ. കാരണം ഈ മൈക്കിൽ കൂടെ നമ്മൾ വിളിച്ച് പറയുമ്പോഴേ ഇന്ന ക്യാരക്ടർ ചെയ്യുന്ന സാജനസ് നായർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സുഖമില്ല. പിന്നെ അല്ലെങ്കിൽ എനിക്ക് പണ്ട് മുതൽ ഈ ജാതി പേര് കൊണ്ടു നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് നാടകം ചെയ്തുകൊണ്ടിരുന്ന പരമേശ്വരൻ കുര്യാത്തി എന്ന് പറയും, അദ്ദേഹം എൻ്റെ പറഞ്ഞു നമുക്ക് ആ പേരൊന്ന് മാറ്റാം, നമുക്ക് പറയുന്നതിനൊരു സുഖമില്ല. അപ്പം ഒരുപാട് പേരുകൾ നോക്കിയപ്പോൾ ആര്യ കമ്മ്യൂണിക്കേഷൻസ് ആയതുകൊണ്ട് സാജൻ ആര്യ എന്നൊക്കെ നോക്കിയെങ്കിലും ഒന്നും സ്യൂട്ടാവണില്ല. അപ്പം എൻ്റെ വീട്ടുപേര് സൂര്യ എന്നാണ്, അമ്മയുടെ പേര് സൂര്യകല എന്നാണ്. അപ്പം അമ്മയുടെ ഈ സൂര്യയാണ്, ആ സൂര്യകലയുടെ സൂര്യയാണ് വീടിനിട്ടിരുന്നത്. അപ്പോൾ അതിന് എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു 1996 ഇട്ട പേരായത് സാജൻ സൂര്യ എന്ന്. ശരിക്കും ആ പേരിട്ടതിന് വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട് ജീവിതത്തിൽ, ഒരുപാട് ലക്ക്. അമ്മ ഇത് കണ്ടപ്പോ സന്തോഷായില്ലേ മോൻ ഇങ്ങനെ മിനി സ്ക്രീനിലേക്ക് വരുന്നത്? മറ്റേ അച്ഛനൊരു ഇച്ചിരി കലയുണ്ടല്ലോ, അന്നേരം അമ്മയ്ക്ക് അറിയാലോ അതിനെ കുറിച്ചും എല്ലാം. അമ്മയും കലയാണ്, സൂര്യകല. അമ്മയ്ക്ക് അല്ല തമാശല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. അമ്മയ്ക്ക് എന്നാ സന്തോഷമായിരിക്കും അല്ലെ അച്ഛന്റെ ഒരു ആഗ്രഹം മകനിൽ കാണുന്നതൊക്കെ പറയുമ്പോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്ത വലിയൊരു പ്രയാസം അല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ പോലെയല്ല. നമ്മൾ എന്താ പറയാ, ഒരു 95-96 ആ സമയം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചാനലുകളൊന്നും ഇല്ല. അപ്പം ഒന്നുമില്ല നമുക്ക് അങ്ങനെ. സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമുള്ളൊരു സാധനമാണ്. ഞാൻ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ളൊരു ഫാമിലിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്. എന്നാൽ പോലും നമുക്ക് ഡെയിലി സിനിമ കാണാനൊന്നും പൈസ തരുമല്ലോ. അപ്പൊ അതുകൊണ്ട് വല്ല തേങ്ങയും മാങ്ങയൊക്കെ വിറ്റിട്ട് അമ്മ അറിയാതെ പോക്കറ്റ് മണിയും തരില്ല, അതിനുള്ളതൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ ചില്ലറയൊക്കെ അടിച്ചു മാറ്റി അതിനേക്കാളും നമ്മൾ അവിടെ ഈ പറമ്പായതുകൊണ്ട് ഇഷ്ടംപോലെ തേങ്ങയും മാങ്ങയും കശുവണ്ടിയൊക്കെ ഉണ്ട്. ഈ സാധനത്തെ ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം അവിടെ അറിയപ്പെടുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് എനിക്കിത് കൊണ്ട് വിൽക്കാൻ പറ്റില്ല ചന്തയിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട്, ഇവൻ കുറച്ച് മാറിയാ താമസിക്കുന്നത്. അപ്പം അവൻ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ചന്തയിൽ കൊണ്ടുപോയിട്ട് എവിടെ ഇരുന്ന് ഈ സാധനം വിൽക്കും. ഇത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകുന്നത്. കവലയിൽ ചെന്ന് ഇരുന്ന് വിറ്റിട്ടുണ്ട് ഈ സാധനം. കരകുളം, എനിക്കര. കരകുളം. പുള്ളി ആളും മോശമല്ല. കവലയിൽ ചെന്ന് ഞാൻ വിചാരിച്ചു കവലയെ കൊണ്ട് ചന്തയെ കൊടുത്തേച്ച് കവലയെ കൊണ്ട് ഈ സാധനം നിരത്തി വെച്ചിട്ട് ആശാദ വിറ്റിട്ടാണ് ഈ കാശും കൊണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. വെരി ഗുഡ്, നോട്ട് ബാഡ്. എന്നാലും വേണ്ടതല്ല, സ്വന്തം അധ്വാനം കൊണ്ട് മേടിച്ചേച്ചേ കട്ട മുതലാന്നേലും. എന്തായാലും വിശേഷം കേട്ടിട്ട് എന്റെ സ്പെഷ്യൽ ഇന്നത്തെ ഞാൻ ഇതുവരെ
പിന്നെ ഗരം. ഗരം മീൻസ് സ്പൈസി. ഗരം മസാല. ഗരം മീൻസ് ഹിന്ദിയിൽ ഗരം മീൻസ് ചൂടെന്നല്ലേ? എന്നാ ഇച്ചിരി നമുക്ക് ഭക്ഷണത്തോട് വരുവാണെങ്കിൽ ഇച്ചിരി സ്പൈസി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. പിന്നെ ചിക്കൻ, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സൂപ്പർ. ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഉണ്ട്. നമ്മുടെ ചിക്കൻ അല്ല, പക്ഷെ എന്നാ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. ഞാൻ ഈ നേരത്തെ ചോദിച്ചില്ലേ വേറെ ജോലി തന്നെ ഏതെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലാതെ ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്? ഭാര്യ കൂടെ ഉണ്ടായിരുന്ന സത്യം അറിഞ്ഞേനെ. അല്ല, അത് ഇപ്പൊ വേണമെങ്കിൽ അത് പറയാലോ. പിന്നെ ഞാൻ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പാത്രം കഴുകാറുണ്ട്, ദോശ വിടാറുണ്ട്, ഇഡ്ഡലി വിടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പൊ ധൈര്യമായിട്ട് പറയാലോ. ഇഡ്ഡലി ആക്കിയെടുക്കും, ചമ്മന്തി അരയ്ക്കാറുണ്ട്, തേങ്ങ ചുരുക്കി കൊടുക്കാറുണ്ട്. പിന്നല്ലാണ്ട് ഇപ്പൊ ആളില്ലാത്ത. എന്തായാലും സത്യമാണോ നുണയാണോ എന്നുള്ളത് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചേച്ച് പറയാട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് എന്നാ വേണേലും പറയാലോ. ശരിയാ. അല്ല അങ്ങനെയല്ല. അല്ലേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇച്ചിരി സഹായിക്കുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കിഷ്ടാ. പിന്നല്ല, ഞാൻ വീട്ടിലുള്ള സമയത്ത് ചെയ്യാറുണ്ട്. ഒന്നും അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാറുണ്ട്. അതാ ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. എന്നാ കുറയ്ക്കുന്നേ, നമ്മൾ ഇച്ചിരി 50-50 ആയിട്ട് ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും വരാനൊന്നുമില്ല. നമ്മുടെ വീടല്ലേ, അല്ല പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യാനൊക്കെയല്ലേ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒന്ന് സഹായിച്ചെന്ന് പറഞ്ഞാൽ എന്നാ പറ്റുന്നേ? ഒരു കുഴപ്പമില്ല. എനിക്കിഷ്ടം. ആണുങ്ങൾ എപ്പോഴും ഞാൻ പറയാം അടുക്കളയിൽ കയറുക. ആണുങ്ങൾ അടുക്കളയിൽ കയറിയിട്ട് പെണ്ണുങ്ങളെ അടുത്ത് നിന്ന് സഹായിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇല്ല, ഉറപ്പാണ്. വളരെ സത്യമാണ്. പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. CA ആണ്. പിന്നെ 2 പെൺകുട്ടികളായുണ്ട്. ആ കോഴ്സ് കഴിഞ്ഞിട്ട് മതി. അത് അത്രേ ഉള്ളൂ കേട്ടോ. പെൺപിള്ളേർക്ക് എപ്പോഴും അമ്മമാര് കൂട്ടു വേണം എല്ലാ കാര്യത്തിനും. എനിക്ക് അതിനോട് ഭയങ്കര യോജിപ്പ്. അങ്ങനത്തെ ഉള്ള അമ്മമാരന്നേല ജോലിക്കൊക്കെ പിന്നെ പോയാ മതിയേ. കറക്റ്റാ. എനിക്കും അതാ ഇഷ്ടം. അല്ലെന്നറിയോ, ഒന്നാമത്തെ കാര്യം അവരെ കറക്റ്റ് ചിട്ടയിൽ വളർത്തുക, അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ നടക്കുക. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം അറിയോ, അച്ഛനെന്ന് പറയുന്ന സാധനത്തിനകത്ത് ഭയങ്കര സ്നേഹം കുറവാണ്. അമ്മ എന്നുള്ള രക്ഷയില്ല. എനിക്ക് കാണുമ്പോൾ അസൂയ പോകാറുണ്ട്. ശരിക്കും പെൺപിള്ളേർക്ക് അപ്പന്മാരോട് സ്നേഹം കൂടുന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവളോട്, നീ ഇത്ര സ്നേഹിച്ചു കഴിഞ്ഞാൽ വലുതാൻ എൻ്റെ അടുത്തായിരിക്കും സ്നേഹം. വീട്ടിലെ ചിട്ടയൊക്കെ ഒന്ന് പറഞ്ഞേ. വീട്ടിലെ അങ്ങനെ പ്രത്യേകിച്ച് ചിട്ട എനിക്ക് പറഞ്ഞു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു. വെളിയിൽ പോയി സാധനങ്ങളൊന്നും മേടിക്കാറില്ല. വെളിയിൽ പോയി ഫുഡ് കഴിക്കും. കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നല്ല ഫുഡുണ്ടോ അവിടെയൊക്കെ പോയി കഴിക്കുക ഞങ്ങളുടെ പരിപാടി. അതിന് വേണ്ടി യാത്ര ചെയ്യോ? ശരി. നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ പുറത്ത് കുറവാണ്. എന്താ പറയാ, നാട്ടിലിപ്പം കേരളത്തിൽ ഓടി നടന്ന് കഴിക്കാറുണ്ട്. കഴിയുന്നത് ഒരാൾ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് പോയി കഴിക്കും അല്ലേ? അത് കള്ളുഷാപ്പാണെങ്കിലും ശരി, എല്ലാരും കൂടെ ഒരുമിച്ച് പോകും. ഭാര്യ മക്കളെ കൊണ്ട് മിക്കവാറും അവർക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ ഈ മോള് ചെറുതായിരുന്നപ്പോൾ ഇതേപോലെ തന്നെ ഏതോ ഒരു വലിയ ഷാപ്പിൽ പോയിട്ട്, മീൻസ് അങ്ങനത്തെ ഷാപ്പെന്ന് പറയുമ്പോൾ ഈ ഫാമിലിയും കൂടി ഇരിക്കാൻ പറ്റുന്നൊരു ഷാപ്പാണ്. അങ്ങനെയല്ല. അപ്പോൾ അവിടെ പോയി മോളൊക്കെ ഇങ്ങനെ, ഇപ്പോഴും എൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ ടേബിളിൻ്റെ മണ്ടേ കയറി ചിക്കനൊക്കെ ഇങ്ങനെ കടിച്ചു വരികയാണ്. ശരിയാ. ശരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ട് അവിടെയാ കിട്ടുന്നത്. ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ സ്പൈസി ആവണം. ഇഷ്ടമാണ് സ്പൈസ്. ഇഷ്ടം പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ്. എത്ര എരി ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. നാക്കുകയും ചെയ്യും, വെള്ളം കുടിക്കും, കഴിക്കുകയും ചെയ്യും. എന്നാലും കഴിക്കും. എരി പ്രശ്നമേ അല്ല. കുഞ്ഞിനും എരി വേണം. അത് ശരി. ഇത് ആദ്യമായിട്ടാ. ഏതെങ്കിലും ഒരു ഫുഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നാടൻ ഫുഡിനടുത്താ ഭയങ്കര ഇഷ്ടം.